നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഒരാഴ്ച നിങ്ങൾക്ക് എന്ത് എനർജിയാണ്, എന്ത് കാര്യങ്ങളാണ് ജീവിതത്തിൽ അനുഭവപ്പെടാൻ പോകുന്നത് എന്നതാണ്. ഓരോ ദിവസമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, ഓരോ ദിവസവും നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഇത് എന്നാണോ കാണുന്നത് ആ ദിവസം മുതലുള്ള ഓരോ ദിവസങ്ങൾ, ഇതിൽ ഓരോ ഡേ ആണ് നമ്മൾ എടുത്ത് പറയാ, അത് നിങ്ങൾ നോക്കിയാൽ മതിയാവും കേട്ടോ. ആദ്യത്തെ ദിവസം, അതായത് ആഴ്ചയുടെ ആദ്യത്തെ ദിവസമായിട്ട് നമ്മളിവിടെ ഞായറാഴ്ചയാണ് നോക്കിയിരിക്കുന്നത്. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ 5 ഓഫ് വാണ്ട്സ് എന്ന കാർഡ് പറയുന്നത്. ഈ ഞായറാഴ്ച നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിലോ ഒരു വലിയ തർക്കത്തിനോ മത്സരത്തിനോ സാധ്യതയുണ്ട് എന്ന് ഈ കാർഡ് പറയുന്നുണ്ട്. വീട്ടിലുള്ളവരുമായോ പ്രിയപ്പെട്ടവരുമായോ ഉള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപക്ഷെ വലിയ വഴക്കിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മറ്റുള്ളവർ തെറ്റായ രീതിയിൽ മനസ്സിലാക്കാൻ ഇടയുള്ള ഒരു ദിവസമാണിത്. നിങ്ങളുടെ മനസ്സിൽ ഒരേ സമയം ചില ചിന്തകൾ വന്ന് നിറയുന്നത് കൊണ്ട് ഒരു മനസ്സമാധാനം ഇല്ലായ്മ ഈ ഞായറാഴ്ച അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന എനർജിയാണ് യൂണിവേഴ്സ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല, ഒരു മുന്നറിയിപ്പ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അതുകൂടി യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഈ ദിവസം ആരുമായിട്ടും അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്ക് നിൽക്കരുത്. ആരെങ്കിലും നിങ്ങളെ ചൊടിപ്പിക്കാൻ നോക്കിയാൽ പോലും ദേഷ്യപ്പെടാതെ അവിടെ നിന്ന് മാറി നിൽക്കുക. ക്ഷമ എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസത്തെ നെഗറ്റീവ് ഊർജത്തെ മറികടക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് മത്സരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഈ ഞായറാഴ്ച നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ചെറിയ പ്രതിസന്ധി അതിജീവിച്ചാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. തിങ്കളാഴ്ചത്തെ ഒരു വൈബ് വളരെ ദിവ്യവും എന്നാൽ നിഗൂഢവുമായ ഒരു എനർജിയാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് കാർഡിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച ബാഹ്യമായ, അതായത് ബാഹ്യലോകത്തെ ബഹളങ്ങളെക്കാൾ നിങ്ങളുടെ ആന്തരിക ലോകം സജീവമാകുന്ന ഒരു ദിവസമായിരിക്കും. നിങ്ങളുടെ മനസ്സിനൊരു പ്രത്യേക ശാന്തത ആ ദിവസം അനുഭവപ്പെടാം. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില സത്യങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ ഈ ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വെളിപ്പെട്ടേക്കാം. ആരോ നിങ്ങളെ പിന്നിൽ നിന്ന് ചതിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിലോ അത് തിരിച്ചറിയാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഈ തിങ്കളാഴ്ച സഹായിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. വിവേകത്തോടെയും പക്വതയോടെയും കാര്യങ്ങളെ സമീപിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് 6ാം ഇന്ദ്രിയം പറയുന്നത് ആ ദിവസം വിശ്വസിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ദിവസം ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രയാസം നേരിട്ടാൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ തേടിപ്പോകുന്നതിന് പകരം അല്ലെങ്കിൽ അതിനു മുൻപ് നിങ്ങളുടെ സ്വന്തം മനസാക്ഷി പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അതൊരിക്കലും തെറ്റില്ല, അത് കറക്റ്റ് ആയിരിക്കും ഈ മൺഡേ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അനാവശ്യമായി സംസാരിച്ച് ഊർജം കളയാതിരിക്കുക. കുറച്ചു സമയം ധ്യാനത്തിലോ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നിങ്ങൾ തനിച്ചോ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനും നിങ്ങളുടെ ആത്മീയമായ ശക്തി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്ന് തിരിച്ചറിയാനുമുള്ള വലിയൊരു അവസരമാണ് ഈ തിങ്കളാഴ്ച നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് തരുന്നത്. അടുത്ത ദിവസം ചൊവ്വാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്നത് 5 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ്. ഈ കാർഡ് അല്പം ഈഗോയും മാനസിക വിഷമങ്ങളെയും ഒക്കെ കാണിക്കുന്ന ഒരു കാർഡാണ്. ചൊവ്വാഴ്ച ഒരുപക്ഷേ നിങ്ങൾക്ക് വലിയൊരു മാനസിക വിഷമം നേരിടേണ്ടി വന്നേക്കാം. നിങ്ങൾ ഏറെ വിശ്വസിച്ച ഒരാളിൽ നിന്നുള്ള ഒരു ചതിയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ ഒരു വാഗ്വാദത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പരാജയമോ ഈ ദിവസം നിങ്ങളെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ അവരുടെ ഈഗോ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തരം താഴ്ത്തി സംസാരിക്കാൻ ശ്രമിച്ചേക്കാം. ജയപരാജയങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കായി പോയി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഈ ചൊവ്വാഴ്ച ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ടെന്നുള്ള ഒരു നല്ലൊരു വാണിംഗ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നുണ്ട്. അത് നിങ്ങൾ എന്താണ് ആ ദിവസം നേരത്തെ ഈ കാര്യം അറിയിച്ചു തരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ളതല്ല. ചില യുദ്ധങ്ങളിൽ നിന്ന്
അല്ലെങ്കിൽ അതിൽ നിന്ന് ബോധപൂർവം ചില യുദ്ധങ്ങളിൽ നമ്മൾ തോറ്റു കൊടുക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ വിജയം. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരോട് വാദിച്ചു ജയിക്കാൻ നോക്കി നിങ്ങളുടെ വിലപ്പെട്ട ഊർജവും സമയവും കളയരുതെന്നാണ് യൂണിവേഴ്സിന്റെ നിർദ്ദേശം. അവർ ജയിച്ചോട്ടെ എന്ന് കരുതി മാറി നിൽക്കുക. കാരണം ഈ ദിവസം വാദപ്രതിവാദങ്ങളിൽ ജയിച്ചാൽ പോലും അത് നിങ്ങൾക്ക് സമാധാനം തരില്ല. നിങ്ങളെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ ആ സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും ഉൾവലിയുക. നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ ആർക്കും അനുവാദം കൊടുക്കരുത്. ഈ പ്രതിസന്ധിയും കടന്നു പോകുമെന്ന് സ്വയം വിശ്വസിച്ച് ഒരു ബൗണ്ടറി ഇട്ടിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച നിൽക്കുക. ബുധനാഴ്ചത്തെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഈ ബുധനാഴ്ച നിങ്ങളുടെ മനസ്സിലെ മുറിവുകളെല്ലാം ഉണങ്ങുന്ന ദിവസമാണ്. അപ്പോൾ ചൊവ്വാഴ്ച ഉണ്ടായ കാര്യങ്ങളിൽ നിന്ന് ഒരു റിക്കവറി എന്തായാലും ബുധനാഴ്ച ഉണ്ടാകും. ഇത്രയും നാൾ, അല്ലെങ്കിൽ അത് നേരത്തെ എന്തെങ്കിലും അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒരു വലിയ ആശ്വാസം നിങ്ങൾക്ക് ബുധനാഴ്ച ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കരുതൽ നൽകുന്ന ഒരു വ്യക്തി, അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ പങ്കാളിയോ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്തൊക്കെ ആവാം, നിങ്ങളിലേക്ക് കടന്നു വരികയോ നിങ്ങൾക്ക് വലിയൊരു പിന്തുണ നൽകുകയോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമാണത്. നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും അതുപോലെ കരുണയും നിറഞ്ഞു തുളുമ്പുന്ന, വൈകാരികമായി വളരെ സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഈ വെനസ്ഡേ എന്ന് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആ ദിവസം നിങ്ങളുടെ ഹൃദയം തുറക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആരോടും കടുപ്പത്തിൽ പെരുമാറരുത്. നിങ്ങളെപ്പോലെ തന്നെ സങ്കടപ്പെടുന്ന മറ്റുള്ളവരെ കേൾക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഈ ദിവസം കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ, അതായത് കല, എഴുത്ത്, സംഗീതം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തെടുക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. എല്ലാത്തിനും ഉപരിയായി സ്വയം സ്നേഹിക്കുക. ഞാൻ വിലപ്പെട്ടവനാണ് അല്ലെങ്കിൽ വിലപ്പെട്ടവളാണ് എന്ന് നിങ്ങളുടെ മനസ്സിനോട് ഈ ദിവസം എപ്പോഴും പറയുന്നത് നല്ലത് തന്നെ, എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയാണ് വെനസ്ഡേ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളത് പറയുക. സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയായി മാറാൻ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് വരുന്ന ബുധനാഴ്ച. വ്യാഴാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പോസിറ്റീവായ ഒരു വാർത്തയോ സന്ദേശമോ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കാത്തിരുന്ന ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു വലിയ അവസരം ഈ ദിവസം നിങ്ങളെ തേടിയെത്തും. ഇത്രയും നാളുണ്ടായിരുന്ന മടുപ്പും വിരസതയും ഒക്കെ മാറി മനസ്സിൽ പുതിയൊരു ആവേശവും എന്തും നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും നിറയുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഒരു കൊച്ചുകുട്ടിയെ പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്ര ചെയ്യാനും നിങ്ങളുടെ മനസ്സ് വല്ലാതെ താല്പര്യപ്പെടുമെന്നാണ് ഈ വ്യാഴാഴ്ചത്തെ ഒരു എനർജി കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഭയമില്ലാതെ പുതിയ തുടക്കങ്ങളിലേക്ക് ചുവടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ചെറിയ അവസരങ്ങളെ പോലും നിസ്സാരമായിട്ട് കണ്ട് തള്ളിക്കളയരുത്. അവ വലിയൊരു വിജയത്തിന്റെ തുടക്കമാകാം. ഒരു പക്ഷെ പരാജയപ്പെടുമോ എന്നോർത്ത് മടിച്ചു നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റിയെയും അതുപോലെ തന്നെ ഐഡിയകൾ അതെല്ലാം ധൈര്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഒന്നും ഈ ദിവസം നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ പഴയ ഉന്മേഷവും ചുറുചുറുക്കും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മികച്ച ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ച അങ്ങനെ ഒരു പുതിയൊരു അവസരമോ എന്തോ മനസ്സിന് നിങ്ങൾ കുറെ നാളായി കാത്തിരുന്ന ഒരു കാര്യത്തിന്റെ ഒരു ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ വെള്ളിയാഴ്ച നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കഠിനമായ ഒരു ചാപ്റ്ററിന്, ഒരു അധ്യായത്തിന് പൂർണ്ണ വിരാമം വീഴുന്ന ദിവസമായിരിക്കും ആ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഇത്രയും നാൾ നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം, ഒരു ബന്ധമാകാം അല്ലെങ്കിൽ സാഹചര്യങ്ങളാകാം, അതിന്റെ പരമാവധിയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. നിങ്ങളെ മാനസികമായി തകർത്ത ഒരു ചതിയോ നിരാശയോ ഈ ദിവസം, ഈ വെള്ളിയാഴ്ച നിങ്ങളെ പൂർണ്ണമായിട്ടും വിട്ടുമാറിപ്പോകും. ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉണ്ടാകാം. അത് നിങ്ങളുടെ കാതുകളിൽ പ്രപഞ്ചം പറഞ്ഞു തരുന്ന ഒരു വലിയ സത്യം അതിലൂടെ എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം അതിന്റെ പരമാവധി വഷളായി കഴിഞ്ഞാൽ ഇനി വരാനുള്ളത് നല്ലത് മാത്രമാണ്. ഏറ്റവും ഇരുണ്ട രാത്രിക്ക് ശേഷമാണ് മനോഹരമായ ഒരു പുലരി ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവസാനിച്ച കാര്യങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും സങ്കടപ്പെട്ട് ആ മുറിവുകളൊന്നും വലുതാക്കരുത്. നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യരെയും സാഹചര്യങ്ങളെയും അവരുടെ വഴിക്ക് വിട്ടേക്കുക. ഇത് നിങ്ങളുടെ തകർച്ചയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മോശം അനുഭവങ്ങളുടെ ഒരു അവസാനമാണ്, അതിന്റെ തകർച്ചയാണ്. നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയാണ് യൂണിവേഴ്സ് ഈ കഠിനമായ വഴിയിലൂടെ നിങ്ങളെ നടത്തിയത്. ഈ വെള്ളിയാഴ്ച അങ്ങനെ ഒരു മുറിവ് നിങ്ങൾക്കുണ്ടാകുമെന്നല്ല, ഇത് നേരത്തെ ഉണ്ടായ മുറിവുകൾ അതിന്റെ അവസാന ഘട്ടത്തിൽ അവസാനിക്കുന്ന ദിവസമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒരു സിൻക്രോണിസിറ്റി ഉള്ള രീതിയിലാണ് ഈ കാർഡുകളൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. അതായത് ഇവിടെ ഒരു പുതിയ അവസരത്തിന്റെ അറിയിപ്പ് വരുന്നു, അതിനുശേഷം ആ പഴയ അധ്യായങ്ങൾ അവസാനിക്കുമെന്ന് പറയുന്നു. അടുത്ത ദിവസത്തെ വൈബ് ഒരു പുതിയ തുടക്കത്തിൻ്റെതാണ്. അതാണ് ഈ ഫൂൾ കാർഡ് കാണിക്കുന്നത്. ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാണിത്. കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളും കെട്ടുപാടുകളും ഭാരങ്ങളും എല്ലാം നിങ്ങൾ ഒഴുക്കി കളഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ വെള്ളക്കടലാസ് പോലെയാണ്. ഒരു പുതിയ യാത്ര തുടങ്ങാനുള്ള ആവേശവും ഭയമില്ലായ്മയും വലിയൊരു സ്വാതന്ത്ര്യവും ഈ ദിവസം, ഈ ശനിയാഴ്ച നിങ്ങൾക്ക് അനുഭവപ്പെടും. നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ആകുലതകൾ ഒന്നുമില്ലാതെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രപഞ്ചം നിങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന ഒരു പുതിയ വെളിച്ചത്തിന്റെ ദിവസമായിരിക്കും ആ ശനിയാഴ്ച. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഭയമില്ലാതെ മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളാം എന്നാണ് ഈ എനർജിയിലൂടെ പറയുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടെ ഒരു ഭാരവുമില്ലാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങളുടെ പുതിയ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അപക്വമായിട്ട് തോന്നിയാലും എന്ത് തന്നെ അവർ ചിന്തിച്ചാലും ഒരു വിഷയവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പറയുന്നത് മാത്രം കേൾക്കുക. അതൊരു പുതിയ ജോലി തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയ ജോലി സ്ഥലത്തേക്ക് യാത്ര പോകാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിത ശൈലി സ്വീകരിക്കാനോ പറ്റിയ ഒരു മികച്ച ദിവസമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ ചിറകുകൾ വിടർത്തി ആകാശത്തേക്ക് പറന്നുയരാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവായി പറഞ്ഞാൽ നിങ്ങളുടെ 7 കാർഡുകളിലൂടെ 7 ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മഴവില്ല് പോലെ മനോഹരമായ ചില മാറ്റങ്ങളെയാണ് ഈ ആഴ്ച ഈ കാർഡുകൾ സൂചിപ്പിച്ചത്. ചില ദിവസങ്ങൾ കഠിനമായിരുന്നുവെങ്കിൽ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വലിയ ആശ്വാസവും പുതിയ തുടക്കങ്ങളും സമ്മാനിക്കുന്നതാണ് ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജികൾ സൂചിപ്പിക്കുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെ പ്രതീക്ഷയോടെ വരവേൽക്കാൻ നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രം മതി. യൂണിവേഴ്സിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.